35 ദിവസം പ്രായമുള്ള കുഞ്ഞിന് മരുന്ന് മാറി നൽകിയിരിക്കുന്നു. സംഭവം നടന്നിരിക്കുന്നത് മാളയിലാണ്. മാള ബ്ലോക്ക് കോഓപ്പറേറ്റീവ് ബാങ്കിന് കീഴിൽ പ്രവർത്തിക്കുന്ന നീതി മെഡിക്കൽ സ്റ്റോറിൽ നിന്നാണ് ഈ മരുന്ന് മാറി നൽകിയിരിക്കുന്നത്. ഈ വാർത്ത വല്ലാത്ത ഒരു ഭീതി നമ്മളിൽ ജനിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഇടയ്ക്കൊക്കെ പറയും ഈ ഫാർമസിസ്റ്റുകളുടെയൊക്കെ ഒരു കാര്യം, അവർക്ക് വേണ്ടുന്ന ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണോ ഇവിടെയൊക്കെ നിൽക്കുന്നത്, നമുക്കൊക്കെ മരുന്നെടുത്ത് നൽകുന്നത് ഇവരൊക്കെ ആണോ എന്നുള്ള ഒരു സംശയമൊക്കെ ഇടയ്ക്കും തലയ്ക്കൊക്കെ വന്നു പോകും. പക്ഷേ ഇത്തരത്തിലുള്ള വലിയ വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ എല്ലാവരും അതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കണം. ഒന്ന് ആലോചിച്ച് നോക്കൂ, 35 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞ്, ആ കുഞ്ഞിന് പനിയാണ്. പനിക്ക് വേണ്ടുന്ന പ്രീബയോട്ടിക് മരുന്നിന് പകരം ഈ നീതി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് നൽകിയത് മുതിർന്നവർക്ക് നെബുലൈസ് ചെയ്യാൻ കൊടുക്കുന്ന മരുന്നാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ വിവരം പുറത്തു വന്നതിന് ശേഷം ഈ ബാങ്കിന്റെ പ്രസിഡന്റ് ഉണ്ടല്ലോ, കോഓപ്പറേറ്റീവ് ബാങ്കുമായി ബന്ധപ്പെട്ടിട്ട് നടത്തുന്ന സ്ഥാപനമാണല്ലോ നീതി മെഡിക്കൽ സ്റ്റോർ, ആ ബാങ്ക് പ്രസിഡന്റിന്റെ ഒരു ബൈറ്റ് വരുന്നുണ്ട്. അതിൽ പറയുന്നത് ചെറിയ ഒരു സംഭവം നടന്നതാണ്, എന്ത് വേണമെങ്കിലും ചെയ്യാം, പ്രശ്നമൊന്നുമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മരുന്ന് മാറി നൽകി ആ കുഞ്ഞിന് പിന്നീട് പെട്ടെന്ന് പനിയും വിറയലും ഒക്കെ കൂടുന്നു, വല്ലാത്തൊരവസ്ഥയിൽ ആകുന്നു. പിന്നീട് ആ കുഞ്ഞിനെ അവിടെ നിന്ന് അമൃത ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. അത്രയും വലിയ വിഷയത്തിലേക്ക് പോകുന്നു. എന്തായാലും കുഞ്ഞ് എന്താ പറയാ, തീവ്രമായിട്ടുള്ള ആ അപകടനില കടന്നു കിട്ടിയിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി ഇപ്പോൾ സമാധാനപൂർവ്വം നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ ഒരു വലിയ വിഷയം എന്ന് പറയുന്നത് എത്ര ലഘൂകരിക്കാനാണ് ആ ബാങ്ക് പ്രസിഡന്റ് ശ്രമിച്ചത് എന്ന് കൂടി നോക്കണം. അതിനുശേഷം ഫാർമസിസ്റ്റിനോട് ഈ കുഞ്ഞിന്റെ അമ്മ സംസാരിക്കുന്നുണ്ട്. ആ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാനല്ല മരുന്ന് മാറി നൽകിയത് എന്ന് പറഞ്ഞ് അവര് കൈ കഴുകാൻ ശ്രമിക്കുന്നു. ഒരുപക്ഷെ അവരായിരിക്കില്ല. പിന്നെ ആര്? അവർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ടോ? പോലീസ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് നടപടിയൊന്നും എടുത്തില്ല എന്നുള്ളതാണ് പറയുന്ന വാർത്തയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, മുതിർന്നവർക്ക് കൊടുക്കുന്ന നെബുലൈസ് ചെയ്യാൻ കൊടുക്കുന്ന മരുന്നാണ്. ഈ മരുന്ന് കൊടുത്തിരിക്കുന്ന കാര്യം കൂടി കേൾക്കുമ്പോഴാണ് നമ്മളിൽ ഞെട്ടൽ ഉണ്ടാകുന്നത്. ഈ മരുന്ന് നമ്മൾ വാങ്ങിക്കൊണ്ട് വന്ന് നമ്മൾ തന്നെ കൊടുക്കുകയല്ലോ. ഈ മരുന്ന് ഹോസ്പിറ്റൽ അധികൃതർ, അതായത് ആരെ ഏൽപ്പിക്കുന്നത്, നഴ്സിംഗ് സ്റ്റേഷനിലെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടാകും. നഴ്സുമാരായിരിക്കണം അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആയിരിക്കണം ഈ മരുന്ന് കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ ഈ മരുന്ന് വായിലൂടെ നൽകി എന്നാണ് പറയുന്നത്. നെബുലൈസ് ചെയ്യാൻ കൊടുക്കുന്ന മരുന്ന് വായിലൂടെ നൽകി. അപ്പോൾ നമ്മളൊക്കെ വാങ്ങിക്കൊണ്ടുപോയി കൊടുക്കുന്ന മരുന്ന് ഇവര് ഈ മരുന്ന് തന്നെയാണോ എന്ന് പോലും പരിശോധിക്കാതെ, ആ മരുന്നിന്റെ ലേബലോ ബോക്സോ പോലും പരിശോധിക്കാതെ രോഗിക്ക് നൽകുകയാണോ ചെയ്യുന്നത് ഹോസ്പിറ്റൽ അധികൃതർ? ഫാർമസിയിൽ നിന്നും മരുന്ന് മാറി നൽകി എന്നുള്ളത് അതീവ ഗുരുതരമായിട്ടുള്ള വീഴ്ച തന്നെയാണ്. ഈ വീഴ്ചയാണ് എന്ന് പറയുമ്പോഴും ഈ മരുന്ന് ഒരു പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡർ ഇത് വാങ്ങിക്കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ അത് പരിശോധിക്കാതെ നേരെ പൊട്ടിച്ച് രോഗിക്ക് അങ്ങോട്ടേക്ക് കൊടുക്കുകയാണോ ചെയ്യുന്നത്? പ്രത്യേകിച്ച് കുഞ്ഞുമക്കളുടെ മരുന്നല്ലേ. ഈ കുഞ്ഞുങ്ങളുടെ മരുന്ന് നൽകുമ്പോൾ ഏറ്റവും ജാഗ്രതയോടെ കൂടി തന്നെ ഇരിക്കേണ്ടത് അത്യാവശ്യമല്ലേ. പിന്നീട് ഈ കുഞ്ഞിനെ നമ്മൾ പറഞ്ഞതുപോലെ അമൃത ഹോസ്പിറ്റലിലേക്ക് മാറ്റി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇത് അറിഞ്ഞത് എങ്ങനെയാണ്? ഡോക്ടർ വന്ന് നോക്കുമ്പോഴാണ് ഇത് മാറിയതായിട്ടുള്ളത് വിവരം അറിയുന്നത്. പിന്നീട് ഫാർമസിയെ അറിയിക്കുന്നു എന്നൊക്കെ വാർത്തകളിൽ പറയുന്നു. അപ്പോൾ ഇതിനെതിരെ നടപടി എടുക്കാത്തത് ഇത് കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്ക് ആയതുകൊണ്ടാണ് എന്നും പറയുന്നുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്നതായിക്കോട്ടെ, CPM ഭരിക്കുന്നതായിക്കോട്ടെ, BJP ഭരിക്കുന്നതായിക്കോട്ടെ, ആര് ഭരിക്കുന്നതായാലും മനുഷ്യന്റെ ജീവന് വിലയില്ലേ എന്നുള്ള ചോദ്യമല്ലേ. അതും പിഞ്ചു കുഞ്ഞുങ്ങൾക്കുള്ള മരുന്ന് കൊടുക്കുമ്പോൾ അതിന് പ്രാപ്തരായവരല്ലേ ഈ മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ നിൽക്കുന്നത്, ഫാർമസികളിലൊക്കെ നിൽക്കുന്നത്. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ എന്ത് കാര്യത്തിന്, എന്ത് കുന്തത്തിനാണ് ഈ സ്ഥാപനമൊക്കെ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? മനുഷ്യന്റെ ജീവൻ വെച്ച്, കുഞ്ഞിന്റെ ജീവൻ വെച്ച് കളിക്കുകയാണോ ചെയ്യുന്നത്? നോക്കൂ, ഈ ഒരു വാർത്ത വന്നു. ഈ വാർത്തയുടെ താഴെ വരുന്നത് എന്തല്ലേ, ഈ വരുന്ന കാര്യങ്ങൾ പ്രിസ്ക്രിപ്ഷൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വരുന്ന വീഴ്ചകളുണ്ട്. കാരണം പല ഡോക്ടേഴ്സിന്റെയും പ്രിസ്ക്രിപ്ഷൻ വായിക്കാൻ കഴിയില്ല. സ്ഥിരമായി വായിക്കുന്ന മെഡിക്കൽ ഷോപ്പോ അല്ലെങ്കിൽ ഫാർമസിസ്റ്റുകളോ ഉണ്ടെങ്കിൽ അവർക്ക് വായിക്കാൻ കഴിയും.
ഇപ്പൊ നമുക്ക് തന്നെ എത്ര പേർക്ക് അനുഭവം ഉണ്ടാകും? ഒരു പ്രിസ്ക്രിപ്ഷൻ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരാള് മറ്റൊരാളോട്, അതായത് ആ ഫാർമസിയിൽ നിൽക്കുന്ന ഫാർമസിസ്റ്റ് മറ്റൊരു ഫാർമസിസ്റ്റിനോട് ഇതെന്താണ്, ഇത് തന്നെയല്ലേ എന്ന് ചോദിക്കുന്ന എത്ര അനുഭവങ്ങൾ നമുക്കുണ്ടാവും? നമുക്കില്ലെങ്കിൽ നമ്മൾ എത്ര പേരുടെ അനുഭവങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടാവും? എനിക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ട് മുന്നേ തന്നെ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും വളരെ വൃത്തിയായിട്ട് മനസ്സിലാകാവുന്ന ഭാഷയിൽ പ്രിസ്ക്രിപ്ഷൻ എഴുതി കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തതാണ്. അത് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതും അതിൽ വളരെ കൃത്യമായിട്ടൊരു തീരുമാനം വരേണ്ടതും ആവശ്യം തന്നെയാണ്. മെഡിക്കൽ നെഗ്ലിജൻസ് എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ളതാണെങ്കിലും ചെറുതാണെങ്കിലും നമുക്ക് വച്ചു പൊറുപ്പിക്കാൻ കഴിയില്ല. കാരണം ഇതെല്ലാം മനുഷ്യന്റെ ജീവനുമായി ബന്ധപ്പെട്ട് ചേർന്ന് കിടക്കുന്ന കാര്യങ്ങളാണ്. വേറെ എന്തിനേയും നമുക്ക് വേണമെങ്കിലും ഒന്ന് മാറ്റിവെക്കാൻ പറയാം. പക്ഷെ ഈ വിഷയങ്ങൾ എങ്ങനെയാണ്? ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയും അല്ലെങ്കിൽ ഒരു ഫാർമസിയിലേക്ക് ഇതിന്റെ ഭാഗമായിട്ട് മരുന്ന് വാങ്ങാൻ ചെല്ലുകയും ചെയ്യുമ്പോൾ ജീവൻ എടുക്കുന്ന മരുന്നുകൾ ഇവർ മാറിത്തരികയാണ് എന്നുണ്ടെങ്കിൽ എന്തുറപ്പുണ്ട്? അത് ഏത് സർക്കാരായാലും എന്തുറപ്പുണ്ട്? ആലോചിക്കേണ്ട വിഷയമല്ലേ? നിങ്ങൾക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ പ്രിസ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാവാം. പിന്നെ ഫാർമസിസ്റ്റുകളുമായി എത്തുന്നവരുടെ ക്വാളിഫിക്കേഷൻ, എല്ലാവരും ക്വാളിഫൈഡ് ആയിട്ടുള്ളവരാണോ എന്നുള്ളതിന് എന്താണ് ഉറപ്പ്? എന്തുറപ്പാണ് ഈ ക്വാളിഫൈഡ് ആയിട്ടുള്ളവരാണോ എന്നുള്ളത്? ഇതിൽ എന്തെങ്കിലും പരിശോധന നടത്തുന്നുണ്ടോ സർക്കാർ? അത് കഴിഞ്ഞു പോയതായാലും ഇപ്പൊ വി.ഡി. സതീശൻ സർക്കാർ ആയതുകൊണ്ട് പറയുന്നതല്ല, ഏത് സർക്കാരായാലും ഇതിലൊക്കെയും വേണ്ട സമയത്ത് കൃത്യമായ ഇടവേളകളിൽ ഇതിൽ ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെയും പരിശോധനകളും ഒക്കെ നടത്തണ്ടേ? ഇത് നടത്താതെ ഇങ്ങനെ തട്ടിപ്പും വെട്ടിപ്പുമായിട്ട് എത്ര പേര് നടത്തുന്നുണ്ടാവാം? ഒരു അബദ്ധം പോലും, സമയം വീട്ടിൽ പോകാൻ സമയം വൈകി അല്ലെങ്കിൽ ഇറങ്ങാൻ വൈകി, വേറെ എന്തെങ്കിലും കാര്യത്തിൽ ധൃതി പിടിച്ച് ദൈവത്തെ ഓർത്ത് മരുന്നെടുത്ത് കൊടുക്കല്ലേ? ഒരക്ഷരം മാറിയാൽ, ഒരു നമ്മൾ പറയില്ലേ ഡോസേജ് മാറിയാൽ പോലും എത്ര വലിയ അപകടങ്ങൾ ഉണ്ടാകും ഒരു മരുന്നിന്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ സംഭവത്തിൽ സത്യത്തിൽ ആദ്യമായിട്ട് പറയേണ്ടത് വളരെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളുടെ മരുന്നുമായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോൾ ഡോസ്, അതിൻ്റെ സ്ട്രെങ്ത്, മരുന്നിൻ്റെ പേര്, പ്രിസ്ക്രിപ്ഷൻ എന്നിവയെല്ലാം ഡബിൾ ചെക്ക് അല്ല, ഇനി ഒരു ട്രിപ്പിൾ ചെക്ക്, ഒരു 100 തവണ ചെക്ക് ചെയ്താലും പോലും നമുക്ക് അതിൽ തെറ്റ് പറയാനായിട്ട് സാധിക്കില്ല. അതിനുശേഷം മാത്രമേ ഈ മരുന്ന് നൽകേണ്ടതുള്ളൂ. ചെറിയൊരു ഡോസ് വ്യത്യാസം പോലും വലിയ അപകടങ്ങൾ ഉണ്ടാക്കാവുന്ന സാധ്യതകളുണ്ട്. ഈ പീഡിയാട്രിക് പ്രിസ്ക്രിപ്ഷൻ ഒക്കെ അതീവമായിട്ടുള്ള ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. മരുന്ന് നൽകുന്നതിന് മുമ്പ് പേഷ്യന്റ് മരുന്നിന്റെ പേര്, സ്ട്രെങ്ത്, ഡോസ്, ഫ്രീക്വൻസി എന്നിവയൊക്കെ കൃത്യമായിട്ട് പരിശോധിക്കണം. കഴിയുന്നിടത്തോളം വ്യക്തവും വായിക്കാൻ കഴിയുന്നതുമായിട്ടുള്ള പ്രിന്റഡോ ഇലക്ട്രോണിക് പ്രിസ്ക്രിപ്ഷൻസോ ഒക്കെ നിർബന്ധമാക്കുന്നതല്ലേ ഇന്നത്തെ കാലയളവിൽ നല്ലത്. അതിനി സർക്കാർ ആശുപത്രിയിലായാലും പ്രൈമറി ഹെൽത്ത് സെന്ററിലായാലും പ്രിസ്ക്രിപ്ഷൻ ഒക്കെ ഇത്തരത്തിൽ നൽകുകയാണെങ്കിൽ ഈ ഡോക്ടർമാര് നമ്മൾ പറയില്ലേ, കാട്ടിക്കൂട്ടി എഴുതി വെക്കുക എന്ന് പറയും. വായിക്കാനേ കഴിയില്ല. ഒരു മരുന്ന് എഴുതി നൽകുമ്പോൾ ഇത് വായിക്കാൻ കഴിയണ്ടേ? ഇവർ ഇത് കാണുമ്പോൾ അവർ സ്വാഭാവികമായി അത് വായിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ മരുന്ന് ഇതാണെന്ന് ഉറപ്പുവരുത്താതെ കൊടുക്കാൻ പാടില്ല എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. അപ്പോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വേണ്ടതിന്റെ ആവശ്യകത കൂടി ഇതിൽ വരുന്നുണ്ട്. ഫാർമസി പ്രൊഫഷൻ എന്നത് വെറും മരുന്നെടുത്ത് കൊടുക്കുന്നത് മാത്രമായിട്ട് കാണുന്ന ആളുകളുണ്ട്. അങ്ങനെയല്ല, പ്രിസ്ക്രിപ്ഷൻ പരിശോധിക്കണം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡോസ് ഉറപ്പാക്കണം, ഇന്ററാക്ഷൻസ് ഉണ്ടാകണം. അതായത് ഇത് ഇത്ര അളവിൽ ഇത്ര സമയം ഗ്യാപ്പിൽ കഴിക്കണം, ഇത്ര മാത്രമാണ് കഴിക്കേണ്ടത് എന്ന് വേണ്ടുന്ന ഒരു വാങ്ങാൻ വരുന്ന ബൈസ്റ്റാൻഡറോട് അല്ലെങ്കിൽ രോഗിയോട് ഇതിനെക്കുറിച്ച് കൃത്യമായി പറഞ്ഞുകൂടി കൊടുക്കണം. പലർക്കും ഇന്ന് അതിനൊന്നും സമയമില്ല. ഇവരും മരുന്ന് കൊടുത്തു, അത് കൊടുക്കാവുന്നതാണോ കൊടുക്കാൻ പാടില്ലാത്തതാണോ എന്ന് പോലും നോക്കാതെ ഇപ്പോഴും പല മെഡിക്കൽ ഷോപ്പുകളിലും മരുന്ന് കൊടുക്കുന്നുണ്ട്. പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കൊടുക്കേണ്ടത്, പരിശോധന നടത്തിയാൽ വളരെ കൃത്യമായിട്ട് അറിയാൻ കഴിയും. അപ്പൊ ഇതെല്ലാം നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫാർമസി പ്രൊഫഷനായിട്ട് പഠിച്ച് യോഗ്യത നേടിയവരുടെ ഒരു പ്രാധാന്യമൊക്കെ തിരിച്ചറിയാം. പലരും നമ്മുടെ നാട് വിട്ടു പോവുകയാണ്. കാരണം അവരുടെ
വേണ്ടുന്ന സാലറിയും ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പലരും ഇവിടെ നിൽക്കുന്നില്ല എന്നുള്ളതും വാസ്തവമാണ്. അപ്പോൾ ഈ മരുന്ന് വിതരണവും ഫാർമസി മേഖലയുമായി ബന്ധപ്പെട്ട മേഖലയിലെ യോഗ്യതയും നിയമപരമായിട്ടുള്ള നിയന്ത്രണങ്ങളും ഒക്കെ കൊണ്ടുവരേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. നമ്മുടെ കേരളത്തിലെ പല റീറ്റെയിൽ ഫാർമസികളിലൊക്കെ ആവശ്യമായിട്ടുള്ള ഫാർമസി ക്വാളിഫിക്കേഷൻ ഇല്ലാതെ മരുന്നുകൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളത് തന്നെ. അതൊന്നും ഒരു പരിശോധന മെഡിക്കൽ ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തേണ്ടത് അത്യാവശ്യമാണ്. അത് എല്ലാവരും അറിയിച്ചിട്ടായിരിക്കരുത്, ദൈവത്തെ ഓർത്തിട്ട് മിന്നൽ പരിശോധനയാണ് നടത്തേണ്ടത്. അപ്പോഴാണ് ഇതിന്റെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളും, നമ്മൾ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഇവരുടെ ബയോഡാറ്റയും ഒക്കെയും നമ്മൾ വാങ്ങി വയ്ക്കുമല്ലോ. അപ്പോൾ അത് മിന്നൽ പരിശോധനയിലൂടെ മാത്രമേ കാണാൻ കഴിയുള്ളൂ. ഇങ്ങനെ ഒരു സർക്കാർ പരിശോധന നടത്താൻ പോകുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അപ്പം തന്നെ അതിനുള്ള റെമഡി ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇതിലൊന്നും തിരിച്ചറിയാനും സാധിക്കില്ല എന്നുള്ളതാണ്. ഈ ഫാർമസി കൗൺസിലും ബന്ധപ്പെട്ട അധികാരികളും ഒക്കെയും ഈ ഫാർമസിസ്റ്റുമാരെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ കൂടി ശ്രദ്ധ പതിപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഈ ദുബായ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ മരുന്ന് വിതരണം ചെയ്യുന്നതിലും ഫാർമസി പ്രാക്ടീസിലും ലൈസൻസിങ്ങും അക്കൗണ്ടബിലിറ്റിയും നിയമങ്ങളും ഒക്കെ വളരെ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഇതെല്ലാം തോന്നുംപടിയാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇത്തരത്തിലുള്ള അതീവ ഗുരുതരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും, അത് ഏത് പാർട്ടി ഭരിക്കുന്ന ബാങ്ക് ആയാലും ഇങ്ങനെയല്ല അതിനെ കൈകാര്യം ചെയ്യേണ്ടത്. എന്തായാലും ആ കുഞ്ഞിന് കുഴപ്പമൊന്നും ഇല്ലാതെ ഇരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.